വെള്ളപ്പൊക്ക ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. പമ്പ അച്ചൻകോവിലാറുകളിൽ ജലനിരപ്പിൽ മാറ്റമില്ല. ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലുമാണ് പ്രളയക്കെടുതി രൂക്ഷമായത്. അതേസമയം തീരദേശ മേഖലയിൽ കടലാക്രമണത്തിന് ശമനം വന്നത് ആശ്വാസകരമാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാലാണ് ചേരുന്നത് വിവരങ്ങൾ നൽകുവാനായി. സുധീഷ്, ജില്ലയിലെ ഒരു പൊതു സാഹചര്യം ഇപ്പോഴും ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നും ജില്ലയ്ക്ക് അവധിയുണ്ട്. എങ്ങനെയാണ് നിലവിലെ ഒരു സ്ഥിതി? ആര്യ, ഇപ്പോഴും കുട്ടനാട് അപ്പർ കുട്ടനാട് ചെങ്ങന്നൂർ മേഖലകളിൽ വലിയ പ്രളയക്കെടുതി തന്നെയാണ് നിലനിൽക്കുന്നത്. അത് വലിയ രീതിയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഇപ്പോഴും ജലനിരപ്പ് അല്പം കൂടി കുട്ടനാട്ടിലൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി പൊഴിക്ക് സമീപമാണ്. അതായത് പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിലൂടെ വരുന്ന പ്രളയജലം പ്രധാനമായും അറബിക്കടലിലേക്ക് ഒഴുകി മാറേണ്ടത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം തുറന്നിട്ടുണ്ടെങ്കിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അല്പം മുമ്പ് കുട്ടനാട് MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോടൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ച് അടിയന്തരമായി അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്നലെ അത്തരം പ്രവർത്തികൾ നടന്നിട്ടില്ല. അത് വലിയ രീതിയിൽ കുട്ടനാട്ടിൽ നിന്നും പ്രളയജലം ഒഴുകി മാറുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന ഒരു പരാതി തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലും മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പമ്പ, അച്ചൻകോവിൽ ആറുകളിലൂടെയുള്ള കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ തോട്ടപ്പള്ളി നിവാസിയായ ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോടെ തന്നെ ചോദിക്കുക, ഇവിടെ ഇപ്പോൾ ഈ പൊഴിയിലൂടെയുള്ള ഒഴുക്ക് എത്രത്തോളം കൃത്യമായി പോകുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 6-7 ഷട്ടറിനുള്ളിലാണ് വെള്ളം പോകുന്നത്. ബാക്കിയുള്ള ഷട്ടറുകളിലെന്ന് പറഞ്ഞാൽ ഈ ചപ്പും ഈ കമ്പും കൊള്ളി ഇതും ഈ മുളയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതെല്ലാം മാറ്റാതെ ഇതുങ്ങൾ മാറത്തില്ല. അത് ഏറ്റവും തള്ളി വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം നല്ല ശക്തിക്ക് ഒഴുകും. നിലവിൽ ഇപ്പോൾ ഒഴുക്ക് ശക്തമല്ല. അല്ല, ഇപ്പോൾ ഈ കിഴക്കൻ വെള്ളം വന്ന് ഇതുവഴി കൃത്യമായി ഒഴുകി പോകാൻ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ മാലിന്യമാണ് പ്രശ്നം, ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇത് സാധാരണ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ ആളുകളെ ഇറക്കി ഇത് കൂടുതലും തള്ളിക്കളയുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കടലിലോട്ട് പോകാനൊക്കത്തില്ല. കടലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രശ്നമാണ്. അത് ഏറ്റവും കൂടുതൽ അവിടുത്തെ മീൻപിടുത്തക്കാർക്കാണ് ഇത് കൂടുതലും വരുന്നത്. ഇത് വാരി മാറ്റുക തന്നെ ചെയ്യണം. അത് കളക്ടർ വന്ന് നേരത്തെ വന്നിട്ട് പറഞ്ഞ് JCB കൊണ്ട് വാരിക്കുവാന്ന് പറഞ്ഞ് ഇതുവരെ കളക്ടർ വാരിച്ചിട്ടുമില്ല, തള്ളിയിട്ടുമില്ല. അത്രേ ഉള്ളൂ കാര്യം. അതുതന്നെയാണ് കൃത്യമായി നേരത്തെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി ഇത്തരം മാലിന്യങ്ങൾ വരുന്നത് കൃത്യമായി വാരി മാറ്റും എന്നൊക്കെ. എന്നാൽ അതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കുട്ടനാട്ടിൽ അല്പം മുമ്പ് MLA തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്, തോടുകളിലെല്ലാം തന്നെ ഇതുപോലെ മാലിന്യവും ചെളിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അത് കാരണം രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാണ്. അതുവഴി ഒരു വള്ളത്തെ പോലുള്ള രക്ഷാപ്രവർത്തനം പോലും സാധ്യമാകാത്ത സാഹചര്യമുണ്ട്. സേവാഭാരതി അടക്കം നിരവധി സന്നദ്ധ സംഘടനകളും മറ്റ് സർക്കാർ സംവിധാനങ്ങളുമെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കുമ്പോഴും കുട്ടനാട്ടിലെ ഇടത്തോടുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോളയും ചെളിയും നിറഞ്ഞത് കാരണം ഈ പ്രളയജലത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിലുപരി അതുവഴിയുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നില്ല എന്ന വലിയ ഒരു ദുസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടനാട് MLA ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയം AC റോഡ് പുനർനിർമ്മിച്ചപ്പോൾ ആദ്യം 1000 കോടിയിലധികം രൂപ അതിനുവേണ്ടി വകയിരുത്തുകയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ തുക വെട്ടിക്കുറച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ രീതിയിലാകെ മാറ്റം വരുത്തി. ആദ്യം കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രളയജലത്തിന് കയറുന്നതിനും ഉയർന്ന നിലയിൽ ആ റോഡുകൾ നിർമ്മിക്കുകയും വേണ്ടിടങ്ങളിലെല്ലാം മേൽപ്പാലം നിർമ്മിച്ചുകൊണ്ട് കൃത്യമായും ഒരു പ്രളയം വന്നാൽ അതുവഴി രക്ഷാപ്രവർത്തനം അടക്കം നടത്തുന്ന, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് മാറുന്നതിന് ഏറ്റവും സുരക്ഷിതമായ ഒരു പാത എന്ന നിലയിലായിരുന്നു ഇത് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അത്തരം നിർമ്മാണ രീതികളാകെ മാറ്റിക്കൊണ്ട് വലിയ മാറ്റം വരുത്തുകയും അത് ഇപ്പോൾ AC റോഡിലെ ഗതാഗതം തടസ്സപ്പെടുന്നതിന് കാരണവുമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണം. അതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി കുട്ടനാട് MLA തന്നെ അതിന് മുന്നോട്ട് നീങ്ങും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആലപ്പുഴയുടെ സമഗ്ര ചിത്രം നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.